രാഗവേദിയിൽ ആവേശം പകരാൻ പുതിയ അതിഥി എത്തുന്നു. ഈസ്കോസ് വിജയൻ എന്ന് പറയുമ്പോ എന്റെ സ്വന്തം ചേട്ടനാണ്. ചേട്ടൻ എഴുതിയതാണ്. ആരെ കുറിച്ചാണെന്നറിയോ? വളരെ മനോഹരമായ നിമിഷങ്ങളാണ് തുടർന്ന് വേദിയിൽ സംഭവിക്കുന്നത്. ചേട്ടൻ എഴുതിയതാണ്. ആരെ കുറിച്ചാണെന്നറിയോ? റിമിയെ കുറിച്ച്. എന്നെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷെ ഞാൻ അറിയുന്നില്ല. വേദിയിൽ പുത്തൻ പാട്ട് പ്രകടനവുമായി ഒരു കുരുന്ന് ഗായിക എത്തുന്നു. ചന്തുവിനെ തോപ്പിക്കാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ട് പാടി. കണ്ണാടി കൂടുംകൂട്ടി എന്ന മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത്. എന്റെ ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് മോക്കൊരു ഫൈനലിസ്റ്റ് വരെ എത്താൻ സാധിക്കും. നല്ല രീതിയിൽ പാട്ടിന് ശേഷം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ഓൾറെഡി ഫിനാലിയിൽ കപ്പ് കിട്ടിയ സന്തോഷമായി. രാഗവേദിയിൽ പാട്ടിന്റെ വസന്തം നിറയ്ക്കാൻ ഒരു സുന്ദരി ഗായിക എത്തുന്നു. ഈ പാട്ട് അറിയത്തില്ലാത്ത ഒരു മലയാളി ഉണ്ടോ? മോളിങ്ങനെ വളരെ മലയാളികൾക്കേറെ പ്രിയങ്കരമായ ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്. ഒരു മലയാളി ഉണ്ടോ? മോളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പാടുമ്പോഴത്തേക്ക് വാക്കുകളില്ല മോളെ. ടോപ്പ് സിംഗർ വേദിയിൽ പാട്ട് വിസ്മയം ഒരുക്കാൻ അലീന എത്തുന്നു. ഈ പാട്ടെടുത്തതിന് ഒരു ചക്കരയുമ. പാട്ടിന്റെ ജാനകിയമ്മ കൊടുത്ത കുറെ ഫീല് മോള് പല സ്ഥലത്തും കൊണ്ടുവന്നിട്ടുണ്ട്. മഴയത്തു മുമ്പേ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത്. ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആരാ എഴുതിയത്? രചന കൈതപ്പുറം സാറ്. ഏതോ ഒരു സ്ഥലത്ത് നിന്നപ്പോഴേ ഒരു കൊച്ചു അതിനെ അറിയത്തില്ല. രചന നാരായണൻകുട്ടി. ടോപ്പ് സിംഗർ വേദിയിൽ മികച്ച പ്രകടനവുമായി അർജിത എത്തുന്നു. കുഞ്ചിമോളെ എത്ര കോൺസെൻട്രേഷനോട് കൂടിയിട്ടാണ് ഓരോ നോട്ട്സും മോള് പാടി. ഈ രാവിലെന്ന പഴയകാല മനോഹര ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആർജിത എന്ന ഈ കുഞ്ചി ഒരു അത്ഭുതം. യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരം ആലപിക്കുന്നത്. എനിക്ക് തോന്നുന്നു സീസൺ 5 ആലാപനത്തിനു ശേഷം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ടാണ് വിധികർത്താക്കൾ പ്രോത്സാഹനം അറിയിച്ചത്. നിറമനസ്സോടെ ഞങ്ങൾ എല്ലാരും കൂടെ തരുകയാണ്. കുഴന്ന ഗായികയുടെ പുതിയ പ്രകടനം ആസ്വദിക്കാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.